കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം ഇന്ന് നഷ്ടമാവേണ്ടതായിരുന്നു. എന്നാൽ മന്ത്രിസഭ തുടങ്ങാൻ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഗണേഷ് നടത്തിയ അതിസമർത്ഥമായ നീക്കം ഫലം കണ്ടു. ഇന്നലെ ചാനലുകളിലൂടെ പരസ്യമായി ഭർത്താവിൻ്റെ അരുതായ്മകൾ തുറന്നു പറഞ്ഞ ഭാര്യ ഇന്ന് ഭർത്താവിനോട് ക്ഷമിച്ചു. പരാതി നൽകാനില്ലെന്നും വ്യക്തമാക്കി. തന്നെ വിളിച്ച് തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞ ഭർത്താവിനോട് അവർ ക്ഷമിക്കുകയായിരുന്നു. അതോടെ അവസാനിക്കേണ്ടതാണ് ഗണേഷ് കുമാറിനെതിരായ ഭാര്യ ഉന്നയിച്ച പരസ്യ പരാതിയും അതുണ്ടാക്കിയ വിവാദങ്ങളും എല്ലാം. സമാനമായ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരിക്കൽ മന്ത്രിസ്ഥാനം നഷ്ടമായതാണ് ഗണേശിന്. തുടക്കത്തിൽ ഭാര്യയെ പുച്ഛിച്ചു തള്ളിയെങ്കിലും മുൻ അനുഭവം വെച്ച് അപകടം തിരിച്ചറിഞ്ഞ് ഇക്കുറി പ്രവർത്തിച്ചതിനാൽ മന്ത്രിസ്ഥാനം നിലനിർത്താനായി. പക്ഷേ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ നാണക്കേടെന്ന ചോദ്യം ഉയർത്തുന്ന പ്രതിപക്ഷം ഗണേശിൻ്റെ രാജ്യാവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രശ്നം ഒത്തുതീർക്കാനായില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഗണേശിനെ രാജിവെപ്പിച്ച് സർക്കാരിന് പ്രതിച്ഛായ വീണ്ടെടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ആശ്വാസത്തിനൊപ്പം പ്രശ്നം ഒത്തുതീർപ്പാകുമ്പോൾ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുയർത്തി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം ഇനി നടത്താനാവില്ല എന്നതാണ്. മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തുമ്പോൾ ഉടൻ തന്നെ ഗണേഷ് വിഷയം മറുപടിയായി ഉയരും. രണ്ടാമത്തെ വിഷയമാണ് അതിലും പ്രധാനം. സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാൻ ആവില്ല എന്നതാണ്. സർക്കാരിന് അനുകൂലമായ ഈ ഘടകമാണ് ഗണേഷ് കുമാർ ഇതിലൂടെ ഇല്ലാതെയാക്കിയത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. കെ.ബി. ഗണേഷ് കുമാർ ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമോ?